ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെ മൃദംഗശൈലേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് വന്നതാണ്. ഞങ്ങളെല്ലാവരും കൊട്ടിയൂരേക്ക് വന്നതായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വരുന്ന വഴിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ച്. കുട്ടിയൂരും കണ്ണൂരൊക്കെ ഞാൻ കണ്ണൂർ മുത്തപ്പൻകാവിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ വിചാരിച്ചു ഇവിടെ നിന്ന് കയറി തൊഴാന്ന്. ഏതായാലും ബസ് അവിടെ നിർത്തിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇത് അമ്പലത്തിലേക്ക് ഇങ്ങനെ കയറണ ഭാഗമായിട്ട് അവിടെ എന്തൊരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതിൻ്റെ ഉള്ളിലാണ് അമ്പലം ഉള്ളത് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വൈകുന്നേരമായിട്ടും. പക്ഷേ നട അടച്ച സമയമായിരുന്നു. ഒരുപാട് ആൾക്കാർ അവിടെ വരി നിൽക്കുന്നുണ്ടായിരുന്നു തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നട തുറക്കാൻ മതിയായിരിക്കും. പക്ഷേ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ നിന്നില്ല. ഇത് നടപ്പന്തലാട്ടോ. അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മുഖം ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ പല്ല് പറിച്ചിട്ട് 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അതാണ് ആ മുഖം ഒരു സൈഡ് ഇങ്ങനെ വീർത്ത് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ നോക്കിയപ്പോൾ ഒരു കുതിര ഞങ്ങളെ നോക്കിക്കുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയണം ആ ഒരു കുതിരനെ കണ്ടപ്പോൾ മറ്റേ കുതിരക്ക് മനസ്സിലായിട്ട് നോക്കുകയാണെന്ന്. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല, നമ്മളെന്ത് പറയാനില്ലേ. അപ്പോൾ അത് ആ കാണുന്ന പക്ഷേ അപ്പുറത്തേക്ക് എന്താ പറയുക നാഗങ്ങളെ ഒരു ഇതാണ്. അപ്പോൾ അവിടേക്കൊന്നും പോയിട്ടില്ല. കാരണം പറഞ്ഞല്ലോ തീരെ ടൈമിലായിരുന്നു. കുട്ടിയൂരിൽ തന്നെ തൊഴുതിറങ്ങുമ്പോൾ ഒരുപാട് നേരം വൈകിയിരുന്നു. അപ്പോൾ പിന്നെ മറ്റുള്ള അമ്പലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വേഗം കയറി തൊഴുതിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അവിടെയുള്ള കിണറാട്ടോ അമ്പലത്തിൻ്റെ. ഇത് അമ്പലത്തിൻ്റെ കുളമാണ്. ഒരുപാട് പിള്ളേർ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വല്ലാതെ അവിടെ വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ അവിടെ എന്തോ ഒരു പരിപാടി ഞാൻ പറഞ്ഞത്, എന്തോ പരിപാടി കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ തൊഴിലൊക്കെ കഴിഞ്ഞ് അപ്പുറത്ത് അന്നദാനമൊക്കെ കൊടുക്കേണ്ടിയിരുന്നു. ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് അതിനൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് മുത്തപ്പൻകാവിലേക്കാണ് കേട്ടോ. മുത്തപ്പൻകാവിൽ എത്തിയപ്പോൾ ആകെ എന്താ പറയുക ഞെട്ടിപ്പോയി തന്നെ പറയാം. കാരണം ഞാൻ ഇത്രയും ഒരുപാട് പ്രാവശ്യം ഞാൻ മുത്തപ്പൻകാവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു തിരക്ക് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. അതിന് പ്രാവശ്യം കുട്ടിയൂരായാലും മുത്തപ്പൻകാവിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുവിധം എങ്ങനെയോ ഉന്തി തള്ളി ഉള്ളിൽ കയറി കേട്ടോ. അത്രയും ജനങ്ങളുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇതാ ചായ കുടിക്കാൻ പോയി. അവിടെ പിന്നെ വല്ലാതെ തിരക്ക് എന്തെങ്കിലും അവൻ കുറവാണ്. അപ്പോൾ ഞങ്ങൾ ചായ അവിടെ നിന്ന് വേഗം കുടിച്ച് പിന്നെ അതാ മുത്തപ്പനെ തൊഴാൻ വേണ്ടി പോയി. തിരുവപ്പന് വെള്ളാട്ടം എന്താ വൈകുന്നേരം ഉണ്ടാവില്ല. അപ്പോൾ അത് കാണാൻ എന്നുള്ളതിലാണ് ഇറങ്ങിയത് തന്നെ. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ ഒരു രക്ഷയില്ലായിരുന്നു. അത്രയും ജനങ്ങളായിരുന്നു. ഒരുവിധം നമ്മൾ ഉള്ളിൽ കയറിയിരിക്കണ്. പക്ഷേ മുത്തപ്പനെ കാണാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അവിടെ നടടച്ച സമയമായിരുന്നു. അതുമല്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ തന്നെ സ്ഥലമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പുറത്തുനിന്നായാലും തൊഴുത് വേഗം ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്